ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്, കോമഡി, ത്രില്ലർ എല്ലാം പെർഫെക്റ്റ് ചോയ്സ്. കറക്റ്റ് വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്ക് കൊടുത്ത ട്രിബ്യൂട്ടാണ്. അപ്പം അടിപൊളി പറഞ്ഞാൽ കിട്ടില്ല നമുക്ക്. ഭയങ്കര ഫീൽ ഗുഡ് പടമാണ്, ഭയങ്കര ഫീൽ ഗുഡ്. മലയാളത്തിൻ്റെ എവർഗ്രീൻ കോംബോ ദാസനും വിജയനും പോലെ 2024 മലയാളികൾ കാണാൻ കാത്തിരുന്ന പ്രണവ് ധ്യാൻ കോംബോ. അപ്പോൾ ധ്യാൻ്റെ ഇൻ്റർവ്യൂസൊക്കെ പോലെ പടവും ഹിറ്റടിക്കുമോ, നിവിനൊരു കൺബാക്ക് നൽകുമോ വർഷങ്ങൾക്ക് ശേഷം എന്നൊക്കെ നമുക്ക് കണ്ടിറങ്ങിയ ഓഡിയൻസിനോടൊന്ന് ചോദിച്ചു നോക്കാം. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. നേരെ VS റിവ്യൂലേക്ക്. ഒരു വിനീത് ശ്രീനിവാസൻ ആൻഡ് ഫ്രണ്ട്സ് പടം. ക്ലാസ്സിന് ക്ലാസ്, മാസിന് മാസ്, കോമഡി, ത്രില്ലർ എല്ലാം പെർഫെക്റ്റ് ചോയ്സ്. 100% ഫസ്റ്റ് വാച്ച് പടം. പടം അടിപൊളി ഗംഭീര സിനിമ, അടിപൊളി മനോഹരമായ സിനിമ, എല്ലാം കൊണ്ടും കലക്കി. നമ്മൾ ഫീൽ ഗുഡാണ്. പിന്നെന്താണ് കോമഡി, നല്ല കോമഡി, ചിരിക്കാനുണ്ട് ഒത്തിരി. സെക്കൻഡ് ഹാഫൊക്കെ നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമാണ്. നിവിൻ പോളി കറക്റ്റ് വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്ക് കൊടുത്ത ട്രിബ്യൂട്ടാണ്. അപ്പം അടിപൊളി പറഞ്ഞാൽ കിട്ടില്ല നമുക്ക്. ഹൃദയത്തെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ക്രഞ്ച് അത് ഇതെന്നൊക്കെ പറയുമെങ്കിലും തിയേറ്ററിൽ ഓഡിയൻസിനെ വർക്കാക്കാൻ വിനീത് ശ്രീനിവാസന് സാധിക്കും. അത് വീണ്ടും തെളിയിക്കുകയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്യാമിയോസ് ഒക്കെ ഉണ്ടോ ഇനി? സർപ്രൈസ് ഉണ്ട്, അത് വലിയ ഇതില്ല, ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. പക്ഷെ നിവിൻ പോളി സെക്കൻഡ് ഹാഫിൽ പൊളിച്ചടുക്കി. അപ്പം ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും എല്ലാം വിഷു കപ്പ് മറ്റേ കൊണ്ട് അറിയണം. പക്ഷെ ഇത് ഹിറ്റ് അടിക്കും. നിവിൻ പോളി രക്ഷയില്ല. നിവിൻ പോളി പടം വേറെ ക്യാമിയോസ് ഒക്കെ ഉണ്ടോ? സർപ്രൈസ് ഹിറ്റ് ആവും ഉറപ്പാണ്. അടിപൊളി മസ്റ്റ് വാച്ച് കാണേണ്ട പടം. അടിപൊളി പടം, ഭയങ്കര ഫീൽ ഗുഡ്. ഓക്കെ, നല്ല പടം. ലാസ്റ്റ് എങ്ങനെയാണ്? കണ്ണ് നിറയോ അതോ മനസ്സ് അറിയത്തില്ല, ഭയങ്കര ഫീൽ ഗുഡ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. നല്ല പടമായിരുന്നു. നല്ല പടം. ഇമോഷണലി സ്ഥിരം അല്ല, നല്ല ഇമോഷൻ ഉള്ളായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറി ആയിട്ട് മുതൽ ഹിറ്റ് അടിക്കും. തീർച്ചയായും ഫാമിലി ഓഡിയൻസിനാണോ? എല്ലാവർക്കും കണക്ട് ആവുന്ന സിനിമ തന്നെ. ആരാണ് കൂടുതൽ സ്കോർ ചെയ്തത്? ഇത്രയും പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും നല്ലോണം സ്കോർ ചെയ്ത്. എല്ലാവരും ഓരോരുത്തർ നല്ല രീതിയിൽ. നിവിൻ പോളിയുടെ കംബാക്ക് ആണോ? അത് തീർച്ചയായിട്ടും. ആ ക്യാരക്ടർ നിവിൻ പോളി ചെയ്താലേ അത് ഇറക്കത്തുള്ളായിരുന്നു. അതിന് മൊത്തം ഈ പ്രതീക്ഷ നമ്മൾ വെയിറ്റ് ചെയ്തത് അതിനൊക്കെ ഉണ്ടായിരുന്നോ? മുതൽ എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞപ്പോ ഒരു ഫീൽ? നിവിൻ പോളിയുടെ കംബാക്ക് ആണോ? അതെ. ചേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? എങ്ങനെ ഉണ്ടായി? അപ്പൊ ആവേശത്തിനൊപ്പം പിടിച്ചു നിൽക്കുവോ? പിടിച്ചിരിക്കണം. എങ്ങനെ ഉണ്ടായി? എനിക്ക് എല്ലാവരും പൊതുവെ നല്ല അഭിപ്രായം പറഞ്ഞു. എനിക്ക് അത്ര ആവറേജ് ആയിട്ടാ തോന്നിയത്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. കംബാക്ക് എന്നല്ല പറയുന്നത്, നിവിൻ പോളിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, കൊള്ള കുഴപ്പമില്ല. ഫാമിലിക്ക് ഇഷ്ടപ്പെടും. കുഴപ്പമില്ല. ഇമോഷണലാണ്. ഇവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി? അടിപൊളി. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇമോഷണലാണ്. സെക്കൻഡ് ഹാഫ് നൈസാണ്.